Once again, welcome back to our new video, guys. ഞാനാണ് മാസ്റ്റർക്രാഫ്റ്റ് XP. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോണത് ഒരു കിടിലൻ ചാലഞ്ചാണ് ഗൈസ്. കേരളത്തിൽ ഇതുവരെയ്ക്കും ആരും ചെയ്യാത്ത ഒരു ഹാർഡസ്റ്റ് ചാലഞ്ച്. അപ്പോൾ അതായതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. വെൽക്കം ടു ദ പാർട്ട് 2 എപ്പിസോഡ് ഓഫ് വൺ ഹിറ്റ് സീരീസ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെ ഗെയിമിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടത് 3 മോബ്സ് ആണ്. അതിൽ ഒന്നാമത്തെയാണ് നമ്മളെ എൻഡർ ഡ്രാഗൻ 200 ആട്ടാണുള്ളത്. ഇവനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ബോസാണ് നമ്മളെ വിതർ ബോസിന് 300 ആട്ടാണുള്ളത്. അവനെ നമ്മൾ ഈ എപ്പിസോഡ് തട്ടാണുള്ളത്. മൂന്നാമത്തെ മോബാണ് നമ്മളെ ബോസ് ആയിട്ടുള്ളത് വാർഡനുണ്ട് 500 ഹാർട്സ് ആണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇവനെ ബീറ്റ് ചെയ്യാൻ വേണ്ടത് ഒരു അൾട്ടിമേറ്റ് വെപ്പൺ മേസ് ആണ്. ഈ മേസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. ഇത് വെച്ച് നമ്മൾ എത്ര ഉയർത്തിയും ചാടിയാലും മോബിന് ഇൻഫിനിറ്റ് ഡാമേജ് ആണ്. പ്ലസ് നമുക്കും ഡാമേജ് വെക്കൂല. അപ്പോൾ എനിക്ക് ഇതാണ് ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഹാർഡ് കോറിലല്ല കളിക്കുന്ന സർവൈവലല്ല കളിക്കുന്ന കാരണം ഞാൻ ചാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എൻ്റെ പാർട്ട് 1 വീഡിയോയ്ക്ക് 100 വ്യൂസ് എത്തിച്ചതിന് താങ്ക് യു. അപ്പോൾ വിത്തൗട്ട് എനി ടൈം വേസ്റ്റിംഗ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓൾറൈറ്റ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൻഡർഡ്രാഗനെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബേസിലോട്ട് തിരിച്ചു പോകുകയായിരുന്നു. അപ്പോൾ നമ്മൾ ബേസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രാഗൺ മുട്ട എടുത്ത് ഇവിടെ എവിടെയെങ്കിലും അങ്ങ് വെച്ചിട്ട് നമുക്ക് അടുത്ത പ്ലാനിങ്ങിലോട്ട് കിടക്കാം. നമ്മളെ വിതറിനെ തട്ടാനുള്ള. അപ്പോൾ ഈ വിതറിനെ തട്ടാൻ നമുക്ക് ആദ്യം വേണ്ടത് നെതറിൽ പോയിട്ട് ഫോർട്രസിൽ ചെന്നിട്ട് അടുത്ത വിതർ സ്കെൽട്ടനെ എല്ലാം എടുത്തിട്ട് അടിച്ചിട്ട് അതിൻ്റെ 3 സ്കല്ല് ഇളക്കാന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ സോഡ് വെറും ചണ്ണ സോഡാണ്. അപ്പോൾ ഈ സോഡിൽ നമുക്കൊരു ലൂട്ടിംഗ് 3 പിടിപ്പിക്കാനുണ്ട് ആദ്യം. എന്നാലേ നമ്മളെ പെട്ടെന്ന് സ്കല്ല് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ച് ഇവിടുത്തെ നമ്മളെ ചെസ്റ്റ് എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ള ഇൻചാൻമെൻറ്റ്സ് ആണ് കഴിച്ച്. നമ്മളെ സോഡ് ഭയങ്കര കൊള്ളാത്തതാണ്. അപ്പോൾ നമുക്കിത് ഡിസിൻചാൻറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. ആദ്യമേ സ്മൈറ്റ് 4 അങ്ങ് ഡിസിൻചാൻറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ ബാൻ ഓഫ് അന്ത്രോപോഡും ഡിസിൻചാൻറ്റ് ചെയ്തെടുക്കും. ഇത് നമ്മളിവിടുന്ന് ലാപ്പിസിലെ സൂലി അങ്ങ് എടുക്കും. എന്നിട്ട് നമ്മളിത് ഈ സോഡിന് ഒരു ലൂട്ടിംഗ് 3 കൊടുക്കാനായിട്ട് പോവുകയാണ് വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ്. ഓക്കെ, കുറേ നേരമായി ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ ലൂട്ടിംഗ് 3 കിട്ടി. ഓക്കെ, നമ്മൾ ഇത്രയും കുറച്ച് സമയം എടുത്തെന്നാലും പെട്ടെന്നൊന്നും അല്ല കിട്ടി. എന്നാലും കുറച്ച് നേരം പെട്ടെന്ന് കിട്ടി. എന്തായാലും നമ്മൾ അധികം ലെവലൊന്നും വേസ്റ്റ് ആയില്ല. നമുക്ക് 43 ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്ത് നമുക്കൊരു കിട്ടുന്ന സോഡും കിട്ടി. ഷാർപ്നെസ് 4-ൻ്റെത്. അപ്പോൾ ഇതും കൂടെ നോക്കാം. ഓക്കെ, അത് ഷാർപ്നെസ് 4 കിട്ടി. അപ്പോൾ നമ്മളെ സോഡിനി ഒരു അൾട്ടിമേറ്റ് സോഡായിട്ട് മാറാൻ പോവുകയാണ് കഴിച്ച്. എന്തായാലും അത് ഭാഗ്യമുണ്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സോഡ് കിട്ടും. അപ്പോൾ തന്നെ നമ്മളെ ഷാർപ്നെസ് 5 സോഡ് സെറ്റ് ആകണ്ടായി. പിന്നെ നമുക്ക് ആ ലൂട്ടിംഗ് 3 കൂടെ ഇട്ട് പിടിപ്പിച്ചാൽ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഷാർപ്നെസ് 5 ലൂട്ടിംഗ് 3 കൂടെ പിടിപ്പിക്കാം. ഓക്കെ, എൻ്റെ 13 ലെവൽ എവിടെ പൊട്ടുന്നത്. ഓക്കെ, 13 ലെവൽ പൊട്ടുന്നതിന് മുമ്പ് ഞാനിവിടെ എൻ്റെ പിക്കാസും കൂടെ ഒന്ന് ഇൻചാൻറ്റ് ചെയ്ത് അങ്ങോട്ട് കേട്ട്. ഓക്കെ, നമുക്കിവിടെ ഫോർച്യൂൺ 3 എഫിഷ്യൻസി 4 കിട്ടിയിട്ടുണ്ട്. തൽക്കാലം ഇത് മതിയാവും. നമ്മളെ ലെവൽ ഇപ്പോഴും 32 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോം കൂടെ ഒന്ന് ഇൻചാൻറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ കിടിലം വല്ല ഇൻചാൻമെൻറ്റ് കിട്ടിയാലാ നമുക്ക് വെച്ചോക്കാം. അൺബ്രേക്കിംഗ് 3 ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫ്ലെയിമും പവർ 4ഉം കിട്ടി. ഓക്കെ നമ്മൾ ഇച്ചിരി ലക്കിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്കിനി ഈ ആക്സും കൂടെ ഒന്ന് ഡിസിൻചാൻറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇൻചാൻറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പം വല്ല നല്ലത് കിട്ടിയാൽ നമുക്ക് ഇച്ചിരി ഒരു ലെവലും കൂടെ കളക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കൊരു 2-3 തവണ ട്രൈ ചെയ്ത് നോക്കാം വല്ല നല്ല കിട്ടുമെന്ന് നോക്കട്ടെ. ഓക്കെ, സ്മൈറ്റ് 3 ആണ്, നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നും കൂടെ ഡിസൈൻ ആയിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇനി ഒന്നും കൂടെ കിട്ടിയാലായി പറയാൻ ഒക്കത്തില്ല. നമ്മളെ ലെക്ക് ഷാർപ്നെസ് 3 ആണ് വേണ്ട. നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേണ്ട. നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് എൻ്റെ ലെവലിന് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഡിസിൻചാൻറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഗൈസ് ഞാൻ ആക്സിനൊന്നും ഇൻചാൻറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ സോഡൻ കമ്പൈൻ ചെയ്തെടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മളെ സോഡ അൾട്ടിമേറ്റ് പവർഫുൾ സൂപ്പർ മാസീവ് സോഡായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെതറിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് നമുക്ക് നെതറിൽ പോയിട്ട് അവിടുന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഓക്കെ സോ ഗൈസ്, നമ്മൾ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. നമുക്ക് അത്യാവശ്യമുള്ള ആവശ്യങ്ങളുള്ള എല്ലാ ലൂട്ടും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വിതറിനുള്ള സ്കല്ല് കളക്ട് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇനി നേരെ നെതറിൽ പോകാം. വെറുതെ ടൈം കളയുക ഞാനിവിടെ നിന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള എല്ലാം കാണിച്ചു. ഇനി നമുക്ക് നേരെ നെതറിൽ പോകാം. എന്നിട്ട് വിതറിന് വേണ്ടിയുള്ള സ്കല്ല് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ഈ ഫോർട്രസ് എവിടെയാണോ നമുക്ക് ഇനി ഫോർട്രസിലോട്ട് പോകാൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്ക് ഫോർട്രസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളെ ബ്ലേസ് നമ്മളെ സ്വാഗതത്തിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ പെട്ടെന്ന് ഈ വിതറിനെയൊക്കെ കൊന്ന് പെട്ടെന്ന് സ്കല്ല് കളക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വിതറിനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വിതറിനെ. ഓക്കെ സോ ഗൈസ്, നമുക്കിവിടെ ഫസ്റ്റ് വിതർ സ്കെൽട്ടനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൊന്ന് അവ സ്കല്ല് ഡ്രോപ്പ് ചെയ്താൽ ചുമ്മാ അതൊന്ന് എടുത്തു നോക്കണം. മണ്ടേ കിടക്കുക ഈ സ്കെൽട്ടനെ. ഇനി നമുക്കത് എടുത്തു നോക്കാം. ഓക്കെ, സത്യത്തിൽ അത് വിതർ സ്കെൽട്ടൻ്റെ സ്കല്ലായിരുന്നു. നമ്മൾ ഇത്ര ലക്കിയാണെന്നറിയില്ല. ഈ വേൾഡ് ഭയങ്കര ലക്കിയാണോ അതോ ഞാൻ ലക്കിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഫസ്റ്റ് വിതർ സ്കെൽട്ടൻ സ്കല്ല് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും വിതർ സ്കെൽട്ടനെ കൊണ്ടും. ഓക്കെ, കുറേ അധികത്തിനെ കൊന്നു. ഈ മാഗ്മ ശല്യമാണ്. ഓടിക്കും. ഓ ലോ വലിഞ്ഞു. ഓ
കൊണ്ടുവന്നല്ല ഇവണ് പോഷനറി. ഓക്കെ പോഷനറി ഗൈസ്. ഇതുപോലെ നമ്മൾ ഓരോ ആവശ്യത്തിന് മുമ്പ് പോഷനും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം കേട്ടോ. എടുത്ത് വെച്ചില്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കും. ഇപ്പം ഞാൻ പോഷൻ എടുത്ത് വെച്ചുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. നമുക്ക് തിരിച്ച് മണ്ടേ പോയിട്ട് പെട്ടെന്ന് വിതർ സ്കെൽട്ടനെ അടിച്ചു കൊല്ലാം. വിതർ സ്കെൽട്ടനെ കൊന്നു. ഇവിടെ എന്തോ സംഭവിക്കുന്നു. അയ്യോ എന്നെ എല്ലാത്തിനും കൂടെ പഞ്ഞിക്കിടുന്നു. അയ്യോ ഞാൻ അതാ പിന്നെ താഴെ പോയി വലിച്ചു മണ്ടേ കയറി ഗോൾഡൻ ആപ്പിൾ പോഷൻ എന്ത് ചെയ്യും? എൻ്റെ എഫക്റ്റ് തീർന്ന പോഷൻ എന്ത് ചെയ്യും? ഞാൻ എന്തോ കാണിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഞാൻ അവിടെ എന്തൊക്കെയാണോ എന്തോ കാണിക്കുന്നത്. ഞാൻ പോഷൻ എടുക്കാറ് ഇവിടെ മണ്ടേ വലിഞ്ഞു കയറാനായിട്ട് നോക്കുകയാണ്. അല്ല ഞാൻ മണ്ടേ കയറാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ കയറാൻ നോക്കാം. കയറാൻ പറ്റുന്നില്ല ഗൈസ്. വലിച്ച് കയറി. ഭയങ്കര ഹാർഡാണ് കയറാൻ. ഓക്കെ കയറി. പിന്നെ അവയോട് ഓക്കെ കയറി. നമുക്ക് തിരിച്ച് മണ്ടയിലോട്ട് പെട്ടെന്ന് പറന്നു നോക്കാം. അതിന് ഇതൊന്ന് തീർന്നാൽ മതിയായിരുന്നു. സ്പീഡ് ഒക്കെ തീർന്നു. ഇനി നമുക്ക് ഇതൊന്ന് പറന്നു പോകാൻ നോക്കാം. അത് പറക്കാൻ പറ്റില്ല. പറന്നപ്പോൾ ഞാൻ ലാവായി വീണ് കയറി ടോട്ടം പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ടോട്ടം ഒരെണ്ണം കൂടെ പോപ്പായിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റും. നമുക്കിനി തിരിച്ച് മണ്ടയിലോട്ട് പോകാം. ഓക്കെ നമുക്ക് ഇവനെയും കൂടെ കൊല്ലാം. ഓക്കെ നമ്മളെ ലാസ്റ്റ് സ്കല്ലും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പറന്നു പോകാം. വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ് കൂടെ. എന്നാൽ ഇനി അടി കൊണ്ട് ചാവാനേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെയ്ക്ക് ഒറ്റ ടോട്ടേ പോപ്പായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാൻ പെട്ടെന്ന്. ഓക്കെ ഇത് ഇവിടെ കണ്ടാണ് നമ്മളെ പോർട്ടലുള്ളത്. പോർട്ടൽ കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് നമുക്ക് സോൾ സാൻഡ് ഇനി എൻ്റെ ചെസ്റ്റിലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇനി ചെസ്റ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ ഈ ലൂട്ടെല്ലാം എടുത്ത് ചെസ്റ്റിലോട്ടങ്ങ് വെക്കണം. നമുക്ക് കുറേ ബ്ലേസ് റോഡും കാര്യങ്ങളും കിട്ടി കണ്ടാണ്. കുറേ സോഡ്, കുറേ ബോവും, എല്ലും മണ്ണും എല്ലാം കിട്ടി. എല്ലാം കൂടെ ചെസ്റ്റിൽ വേഗം വാരി വയ്ക്കാം. ഓക്കെ ഗൈസ് ഞാൻ വിതരണ തട്ടുന്നതിന് മുമ്പ് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എൻ്റെ മേസിനകത്ത് ഡെൻസിറ്റി 4 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി 5 ആക്കാനായിട്ട് നമുക്ക് ഒന്നും കൂടെ വില്ലേജറിൻ്റെ കൂടെ ട്രേഡ് ചെയ്ത് ഒരു ബുക്കും കൂടെ പർച്ചേസ് ചെയ്തിട്ട് ഡെൻസിറ്റി 5 ആക്കിയിട്ട് വിതരണം തട്ടുന്നതായിരിക്കും എളുപ്പം. അതപ്പം നിങ്ങൾക്കറിയാലോ വിതരണം എന്തൊരു ഹാർഡാണ് ബെഡ് റോക്കിലെന്ന്. അപ്പോൾ നമുക്കിനി വിതരണം തട്ടാനായിട്ട് ഇച്ചിരി മേസിനുള്ള എമറാൾഡ് കറിയുടെ കാലത്താണ്. ഇപ്പോൾ എൻ്റെ എമറാൾഡ് ഒരു പൊടി പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി ഷുഗർ കെയിനൊക്കെ വെട്ടിയെടുത്ത് അതും ഇതുമൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് വിതരണം കൊല്ലാനായിട്ടുള്ള മേസിനകത്ത് ഡെൻസിറ്റി 4 പിടിപ്പിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ അവൻ പേപ്പർ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ബുക്ക് ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ എത്ര ലെതർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യട്ടെ. സോ ഗൈസ് നമ്മളെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ ഒറ്റ ലെതർ പോലും ഇല്ല. അപ്പോൾ ഞാനിവിടെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലെതർ വെച്ചിട്ട് സോൾ സാൻഡും എടുക്കാം. അപ്പോൾ വിതരണം പോണ സോൾ സാൻഡും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ എല്ലാത്തിനും തട്ടിയാൽ കുറേ ലെതറും കാര്യങ്ങൾ കിടക്കുന്ന അതൊക്കെ എടുക്കട്ടെ. ഓക്കെ ഇനി നമുക്കിവിടെ സോൾ സാൻഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ലെതറും കിട്ടിയിട്ടുണ്ട് 34 എണ്ണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള എല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു പോകും. ഓക്കെ ഗൈസ് ഞാനിവിടെ ഈ ഒരു നമ്മൾ ആ പിഗ്ലിം റൂട്ടിന് അടിക്കാൻ വേണ്ടി കാണാം. ഇവനൊരു നോൺ ബോസ് ആണെങ്കിലും എനിക്ക് ഇവനെ ബോസായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവനെ വെച്ച് അടിച്ചു നോക്കിയാണ് വർക്കായില്ല. നമുക്ക് ഒന്നും കൂടെ ഞങ്ങൾ ട്രേഡ് ചെയ്ത് എമറാൾഡ് എടുത്തിട്ട് വേഗം ഡെൻസിറ്റി 4 എടുക്കുക. ഓക്കെ സോ ഗൈസ് നമുക്കിവിടെ എമറാൾഡ് ഇടില്ല. അപ്പോൾ നമുക്കിനി ഫ്ലെച്ചറിൻ്റെ കൂടെ ട്രേഡ് ചെയ്യാനേ വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് ഫ്ലെച്ചറിൻ്റെ കൂടെ ട്രേഡ് ചെയ്യാൻ പെട്ടെന്ന് എമറാൾഡിന്. 12 seconds later. ഓക്കെ ഗൈസ് ഫൈനലി നമ്മൾ 58 എമറാൾഡായി. നമ്മളിവിടെ ഡെൻസിറ്റി 4 മേടിച്ചിട്ടുണ്ട്. XP കൂടെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് നേരെ മണ്ടയ്ക്കോട്ട് പോയിട്ട് നമുക്ക് അവിടെ ക്ലച്ച് ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ താഴ്ചയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി ബ്രെഡ് കാര്യങ്ങളൊക്കെ മേടിക്കാം. വെച്ച് 39 ബ്രെഡായി അത് മതി. ഇനി നമുക്ക് പെട്ടെന്ന് ഡെൻസിറ്റി 5 ആക്കാം. നമ്മളെ മേസ് ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മളെ മേസായി ഗൈസ് ഇവിടെ ഡെൻസിറ്റി 5. ഇനി നമുക്കിവിടെ വിതരണം ബീറ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ് ഗൈസ്. അതിന് മുമ്പായിട്ട് നമുക്കിനി ഒരു ഏരിയ കണ്ടിട്ടാണ് അവിടെ ഒരു കുഴി ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമ്മളവിടെ ഈ വിതരണം സ്പോൺ ആക്കിയിട്ട് മാനത്ത് നമ്മൾ ഈ ഒരു മേസിട്ട് വെട്ടാൻ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഒബ്സീഡിയനും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. കാരണം നമ്മളൊരു കുഴിയിൽ ഒബ്സീഡിയൻ വെക്കാൻ പോകണം. അതിനായിട്ട് നമ്മളെ പഴയ കേവി തിരിച്ചു വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് ഇറങ്ങിയ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒബ്സീഡിയനും കളക്ട് ചെയ്യാം. ഓക്കെ നമ്മൾ കുറച്ച് ഒബ്സീഡിയൻ കളക്ട് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് നമുക്ക് നേരെ അവിടെ ഒരു പ്ലാറ്റ്ഫോം പണിയാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഇവിടെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം പണിയാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ നിങ്ങൾ സ്പീഡ് റണ്ണിൽ ഒരു പ്ലാറ്റ്ഫോം പണിഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ ഈ 5x5 ഏരിയയിൽ നമ്മൾ 4 ചുറ്റും ഒബ്സിഡിയൻ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ വിതരണം സ്പോണാക്കിയിട്ട് അടിക്കും. ഓക്കെ എനിക്ക് പിന്നെയാണ് റിയലൈസ് ആവുന്നത് ഈ ഒരു ഒബ്സിഡിയൻ കേജ് ഉണ്ടാക്കിയ വേസ്റ്റാണ്. കാരണം ഞാനിത് കോപ്പി ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിതറിനെ കൊല്ലാൻ പറ്റുമെന്ന്. അപ്പോൾ വിതർ ഇതിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് മോബ്സിൻ്റെ ശബ്ദം കാരണം. അപ്പോൾ ഞാൻ വേറൊരു ഐഡിയ കണ്ടെത്തി. നമ്മൾ ബെഡ് റോക്ക് വരെ കുഴിച്ചിട്ടുണ്ടല്ലോ 3x3. എന്നിട്ട് അവിടെ വിതരണം സ്പോണാക്കിയിട്ട് അവിടെ നമ്മൾ ഇത് മേസിട്ട് വെട്ടിക്കൊല്ലാം.
അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മൾ പണിയാനായിട്ട് പോണത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 3x3 ഏരിയ ഉണ്ടാക്കപ്പെടുന്നത്. ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു മാജിക് ചെയ്തുകൊണ്ട് ഒരു കുഴി ഉണ്ടാക്കാം. കണ്ട കുഴി റെഡി ആയതുണ്ട്. അതിൻ്റെ ബഡ്ജറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ കുഴി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാ ക്ലിപ്പും കൂടെ കാണിച്ച വീഡിയോയ്ക്ക് ഒരു 10.5 മണിക്കൂർ കിട്ടാവും. എനിക്കറിയാം ഗൈസ് നിങ്ങൾക്ക് അത്രയും വീഡിയോ ഒന്നും ഇഷ്ടമല്ലെന്ന്. അപ്പോൾ നമ്മൾ ആ നേരെ ലെവൽ 60 വരെയാണ് കുഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വെള്ളം ഒന്ന് വറ്റിയാൽ നമുക്ക് ആ വിതർ ബോസിനെ അങ്ങ് അടിച്ചു കൊല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ കണ്ട സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫില്ലായി. അപ്പോൾ നമ്മളിവിടെ വിതേഴ്സ് കല്ലിനുള്ള എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം കൂടെ ഒന്ന് വറ്റി കിട്ടിയാൽ നമുക്ക് വേഗം സ്പോൺ ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓക്കെ വെള്ളം വറ്റി കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ഇവിടെ സ്പോൺ ആക്കാം. ഇവിടെ സൈഡിൽ 3 എണ്ണം വെച്ചിട്ട് എന്നിട്ട് മുകളിൽ 3 സ്കല്ലിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് പറന്ന് മണ്ടയ്ക്കോട്ട് അങ്ങ് കയറണം. ഓക്കെ ഇപ്പോൾ സ്പോണാവും. നമുക്ക് പെട്ടെന്ന് മണ്ടയ്ക്കോട്ട് പറന്നങ്ങ് കയറാം. പെട്ടെന്ന് ഓക്കെ നമ്മളിവിടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചെസ്റ്റ് പ്ലേറ്റ് എടുത്തിട്ട് മേശ വെച്ച് വെട്ടാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഹിറ്റ് ചെയ്ത് ഫസ്റ്റ് ട്രൈ. ഓക്കെ നമുക്ക് പെട്ടെന്ന് സോൾ സാൻഡ് വെച്ച് കവർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പ്ലോഡ് ആവും വിതർ. അത് കഴിഞ്ഞ് നമ്മളെ പണി പാടും. പെട്ടെന്ന് കവർ ചെയ്യാം. പെട്ടെന്ന് ഓക്കെ എക്സ്പ്ലോഡ് ആയി. നമ്മളെ നെതർ സ്റ്റാർ വന്ന് വീണ്. നമുക്കത് എടുത്തിട്ട് ഇവിടുത്തെ മിഷൻ നമ്മളെ പാർട്ട് 2 വീഡിയോയിലെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കറിയാം. വീഡിയോ ഇപ്പോൾ 11.5 മിനിറ്റേ ഉള്ളൂ എന്ന്. നല്ല സീനില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനലായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 150 വ്യൂസ് എത്തിച്ച് എന്നാൽ നമ്മളതിൻ്റെ പാർട്ട് 3 ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഈ സീരീസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ലേ നിങ്ങളെ കണ്ണിൽ അവിടെ മൂലയിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് പോയി കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അന്നേരത്തേക്കും ബൈ. ഞാൻ പോകുന്നു. ബൈ.